കെ.പി. റോഡിൽ വാഹനത്തിന് മുകളിൽ നിന്ന് അപകടകരമാം വിധം സഞ്ചരിച്ച യുവാക്കൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടി സ്വീകരിച്ചു. ശിക്ഷാ നടപടികൾ പ്രകാരം തിങ്കളാഴ്ച മുതൽ സാമൂഹിക സേവനമാണ് ഇവർക്ക് മാവേലിക്കര ജോയിന്റ് ആർ.ടി.ഒ നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ജോയിന്റ് ആർ.ടി.ഒ അറിയിച്ചു. ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് നമ്മളുടെ ബഹുമാന്യായ ആലപ്പുഴ ആർ.ടി.ഒ ശ്രീ നിജു സാറ് അത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓഫീസർ എ.എം.മാരായ ദിനുവും ശ്രീ പ്രസന്നകുമാറും ചേർന്ന് ഉടമസ്ഥൻ്റെ നൂറിനാട്ടുള്ള വസതിയിൽ നിന്നും ആ വാഹനം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ വാഹനം ഇപ്പോൾ നൂറിനാട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള ശിക്ഷാ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. ഇതിൻ്റെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 4 യുവാക്കളായിരുന്നു വാഹനത്തിൻ്റെ ഡോറിൽ കൂടി വെളിയിലേക്ക് തലയിട്ടുകൊണ്ട് അവിടെ ഇരുന്നത്. അപ്പോൾ ഈ 4 യുവാക്കളും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറായിട്ടുള്ള 20 വയസ്സുള്ള ഒരു യുവാവാണ്. ഇവരും അവരുടെ രക്ഷകർത്താക്കളിൽ നമ്മളുടെ ഓഫീസിൽ എത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവരിലൊരു മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകണമെന്നുള്ള ഒരു ആലോചന വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യ ആർ.ടി.ഒയോട് ഇദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അടുത്ത തിങ്കളാഴ്ച മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലും അതുതന്നെ ഓർത്തോ വിഭാഗത്തിലും ഇവർക്ക് 4 ദിവസം ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പത്തനാപുരം ഗാന്ധി ഭവനിലും ഇവർക്ക് 3 ദിവസം, അങ്ങനെ ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഇവർക്ക് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ളത്. ഇതിൽ കൂടി അവരിൽ ഒരു മാനസിക പരിവർത്തനം നടത്തുക എന്നുള്ള ലക്ഷ്യം കൂടി MPDക്കുണ്ട് എന്നീ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.